ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളിന്ന് ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. കാരണം ഹസ്ബൻഡിന് ഒരു ദിവസം മുടക്ക് കിട്ടിയേ വ്യാപാരി സംഘടനകളുടെ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ 2 ദിവസത്തെ ഒരു ഊട്ടി ട്രിപ്പാണ് പോണത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടിയിലേക്ക് പോണതും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. കാരണം ആദ്യമായിട്ട് പോണ കാരണം കൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പോയിട്ട് പറഞ്ഞു തന്ന അറിവ് മാത്രമൊക്കെയാണ് കേട്ടോ ഊട്ടീനെ പറ്റിയിട്ടുള്ളൂ. നല്ല തണുപ്പായിരിക്കും. പിന്നെ സൂയിസൈഡ് പോയിൻ്റ്, ഭയാനകമായ സൂയിസൈഡ് പോയിൻറ്റിനെ പറ്റിയിട്ടുള്ള വർണ്ണനകളും, പിന്നെ ക്യാരറ്റ്, ഊട്ടിപ്പൂവ്, ഇതൊക്കെയാണ് ഊട്ടീനെ പറ്റിയിട്ടുള്ള ഓർമ്മയിലുള്ളത് കേട്ടോ. അത് നേരിട്ട് കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെയധികം എക്സൈറ്റ്മെൻ്റ് തന്നെ. നമ്മളെന്താ പറയുക, പണ്ടൊക്കെ കുട്ടികൾ ഊട്ടിയിലേക്ക് പോയിട്ട് ഊട്ടിപ്പൂവൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്ന് നോക്കാനായിട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ നമുക്ക് തരില്ല. അവരുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരുള്ളൂ. അത് തൊടാൻ പാടില്ല, അത് തൊട്ടാൽ ചീത്തയാവും, അങ്ങനെയൊക്കെ ഭയങ്കര റൂളും നിയമങ്ങളുള്ള കാലഘട്ടമായിരുന്നു കേട്ടോ അന്നൊക്കെ. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് എല്ലാവർക്കും ഊട്ടിപ്പൂ എപ്പോൾ വേണമെങ്കിലും കിട്ടും. അപ്പോൾ എപ്പോൾ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ തന്നെ പോയി കൊണ്ടുവരുന്ന കാലമാണ്. പണ്ട് അങ്ങനെയല്ല. എന്ത് നമുക്ക് കിട്ടണമെങ്കിലും അവർ കാണിച്ചു തരുമ്പോഴും ബാക്ക് ബെഞ്ചർ അങ്ങനെയൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്കതൊക്കെ ഒന്ന് ദൂരെ നിന്ന് കാണാനുള്ളൊരു അവസരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ഊട്ടി മാർക്കറ്റിലാണ്. അവിടെ ഈ ക്ലോക്ക് കണ്ടപ്പോൾ ഉണ്ടല്ലോ വളരെ അതിശയം. ഞാൻ പണ്ട് സിനിമകളിലൊക്കെ കണ്ട ക്ലോക്ക് കേട്ടോ. ഞാൻ തമിഴ് ഫിലിമിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. പിന്നെ മലയാള ഫിലിമിലും ഞാൻ ഈ ക്ലോക്ക് കണ്ടതായിട്ട് ഓർമ്മയിലുണ്ട് കേട്ടോ. ഏത് ഫിലിമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അങ്ങനെ കണ്ടതായിട്ട് ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ നല്ല തമിഴ്നാട് എന്ന് പറഞ്ഞാൽ പൂക്കളുടെ ഒരു കലവറ തന്നെയെന്ന് പറയാം കേട്ടോ. മുല്ലപ്പൂ ഇല്ലാത്തൊരു സ്ഥലമില്ല. എല്ലാ ചേച്ചിമാരുടെ തലയിലും മുല്ലപ്പൂ ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും, വയസ്സായവരെയും കുട്ടികളുടെയും ചേച്ചിമാരുടെയും എല്ലാവരുടെ തലയിലും മുല്ലപ്പൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടുകാരൊക്കെ ആദ്യം പറയും കുളിക്കാത്തവരാണ് മുല്ലപ്പൂ വെച്ച് നടക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറയാറുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വഴി അറിയേണ്ടി വന്നപ്പോൾ ഒരു തമിഴ്നാട്ട് ഫാമിലി ഞങ്ങളുടെ കാറിൽ കയറി ഞങ്ങൾക്ക് ഹോട്ടലിൽ വഴി പറഞ്ഞു തന്നേ. അപ്പോൾ ആ ആൻറ്റി ഈ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, മോളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ മക്കളുടെ ബാക്ക് സീറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞേ, അമ്മ എന്തുട്ടി പറയണേ, അവർ കുളിക്കാണ്ട് മുല്ലപ്പൂ വെച്ച് നടക്കാമെന്നൊക്കെ അമ്മ പണ്ട് പറയാറ് ഇല്ല, ഇപ്പം പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ അവരെ പറ്റിയിട്ട് പറയുന്ന ആൾക്കാർ, അവരൊക്കെ നന്നായി കുളിച്ച് നല്ല മണം ഉണ്ടായിരുന്ന ചേച്ചിമാരെ അടുത്തിരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതാണ്, അങ്ങനെയൊക്കെ പണ്ടൊക്കെയോ എവിടെയൊക്കെയോ കേട്ടപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ എന്നും പറഞ്ഞു കേട്ടോ. ഇപ്പോൾ പറഞ്ഞു അവരൊക്കെ ഇപ്പോൾ തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നീറ്റല്ല, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു. നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കത്ര നീറ്റോ അങ്ങനെ വഴിയരികിലൊക്കെ നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷനുള്ള പോലെയൊക്കെ ആയിരുന്നു. ഇപ്പൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ, വളരെ നീറ്റായി തുടങ്ങിയിട്ട് പല ഭാഗങ്ങൾ കോയമ്പത്തൂരൊക്കെ കാണണം. ദൈവമേ എന്ത് മാറ്റം വന്നിരിക്കണേ. ഇത് വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നപ്പോൾ സ്ഥലങ്ങളുടെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. ദറോഡ പീക്ക് പോയിൻ്റ് അങ്ങോട്ടാണ് കേട്ടോ. ഇതൊരു സൂയിസൈഡ് ഒരു വ്യൂ പോയിൻ്റ്, വളരെയധികം മനോഹരമായ സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീ ഫാക്ടറിയിലേക്കാണ് കേട്ടോ പോണത്. ഇവിടെ ഭയങ്കര തിരക്കും ബ്ലോക്കാണ് കേട്ടോ. കാറ് ഈ കയറ്റം കയറുമ്പോൾ തന്നെ ചൂടായിട്ട് അതിൻ്റെ ഇതൊക്കെ തുറന്ന് വെച്ചിരിക്കുക കേട്ടോ, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇത് ടീ ഫാക്ടറിയാണ്, ചായയിൽ ഉണ്ടാക്കണത്. ഇതിപ്പോൾ നമ്മൾ മൂന്നാറിൽ പോയാൽ നമുക്കിതൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി, അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കൊക്കെ വന്നു കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടപ്പോൾ എൻ്റെ ദൈവമേ എന്ത് തരം പലതരം ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഫ്ലവർ ഷോ നടക്കണ കാരണം കൊണ്ട് അവിടെ ഭയങ്കര തിരക്കിട്ടുള്ള പണികളാണ് കേട്ടോ. ഈ ഫ്ലവർ സെറ്റിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ എവിടെ ഈ കാർട്ടൂണിലെ ഓരോ കഥാപാത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. അമ്മ അതാ ഷിൻചാൻ്റെ പോലെയുള്ള രൂപം നിൽക്കുന്നു, ഞാൻ അവിടെ പോട്ടെ എന്നും പറഞ്ഞിട്ട് ഷിൻചാനെ കണ്ട പോലെ അവർ ഷിൻചാൻ്റെ പോലെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഓട്ടം. പിന്നെ മോളെ നോക്കണം, പൂക്കളൊന്നും അവർ ഇത്രയധികം ഇതിൽ വെച്ച് പിടിപ്പിച്ചിട്ട് അത് പറിക്കാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അവളേക്കൊന്ന് കൈ വെച്ച് നോക്കണം, നമ്മൾ പറിക്കാണ്ട് നോക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് നമ്മുടെ പായലില്ലേ, കിണറ്റിലുണ്ടാവണ പായൽ, അതാന്ന് പറഞ്ഞേട്ടാ, കിണറ്റിലുണ്ടാവണ പായൽ പോലത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇതെന്തൊട്ട് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കണേന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ പറഞ്ഞു പലരും ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അത് കാരണം ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. പലതരം പൂക്കളിൻ്റെ ദൈവമേ, പൂക്കളുടെ ഒരു മായ കളവറ തന്നെയായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പം. അപ്പോൾ ഞാൻ ഈ പൂക്കളൊക്കെ കണ്ടിട്ട് പറഞ്ഞു ഇത്രയധികം പൂക്കൾ എങ്ങനെയാണ്. ഞാൻ പറഞ്ഞു മണ്ണുത്തി ഫാമിൽ ഇതുപോലെ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ മണ്ണുത്തി ഫാമിലൊക്കെ കണ്ട പോലെ എനിക്ക് തോന്നി. പിന്നെ കടലാസ് പൂക്കൾ, എന്തോരം കടലാസ് പൂക്കളാണെന്നറിയോ, കടലാസ് പൂവിൻ്റെ ഒരു കലവറ തന്നെയായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ കുറേ പൂക്കളുടെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഒരു ഫാമിലി ഫോട്ടോ, അവിടെ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവർ വഴിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു 100 രൂപയുള്ളായിരുന്നുള്ളൂ കേട്ടോ ഒരു ഫാമിലി ഫോട്ടോയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. ഫാമിലി ഫോട്ടോസ് എടുത്തു കഴിഞ്ഞപ്പോൾ മക്കൾ ചോദിക്കും അമ്മ ഇതേ കള്ളിച്ചെടി, ഇത് നല്ല കുത്തി കഴിഞ്ഞാൽ വേദന എടുക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് കുത്തി നോക്ക്, അപ്പോൾ അറിയാം വേദന എടുക്കുമോ വേദന എടുക്കില്ലേന്ന്. പിന്നെ അവർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ പ്ലേ ഗ്രൗണ്ട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവർക്ക്. എന്താ പറയുക, ഓടിച്ചാടി നടക്കലായിരുന്നു കേട്ടോ. ഇന്ന് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആയ കാരണോട് തന്നെ അവളായിട്ട് കളിക്കൽ ഭയങ്കര ഈണായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റോസ് ഗാർഡനിലേക്ക് പോയിട്ടാണ്. എൻ്റെ ദൈവം എന്ത് തരം പലതരത്തിലുള്ള വെറൈറ്റി റോസാപ്പൂക്കളായിരുന്നു കേട്ടോ. മഞ്ഞ കളറ്, പിന്നെ നമ്മൾ ഫോണിലെ യൂട്യൂബേഴ്സൊക്കെ കാണിക്കുന്ന പോലത്തെ ചക്ക പോലത്തെ റോസാപ്പൂക്കളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ട് നേരിട്ട് കാണാൻ പറ്റിയിട്ടാണ്. അന്ന് അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവണേ. എൻ്റെ വീട്ടിൽ സാധാരണ ഒരു നാടൻ റോസാപ്പൂ മാത്രമാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. ദൈവമേ ഹസ്ബൻഡിനോട് അന്ന് ആ യൂട്യൂബിൽ കണ്ട അതേപോലത്തെ റോസാപ്പൂക്കളാണ് ചേട്ടാ ഇവിടെയൊക്കെ കാണണേ, ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പം എന്നെ പറഞ്ഞു നീ യൂറോപ്പിലേക്കൊന്നും പോകണ്ട, ഇവിടേക്ക് വന്നാൽ മതി അതുപോലത്തെ റോസാപ്പൂവൊക്കെ കാണണമെങ്കിൽ എന്ന് പറഞ്ഞു കേട്ടോ. ശരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയാനോട് ഇത് ജയലളിതയുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആളാണ് ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയത് ജയലളിത എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എൻ്റെ ദൈവമേ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. എത്ര തരം റോസാപ്പൂവാ. പിന്നെ ഇതൊക്കെ ഫ്ലവർ ഷോയോടനുബന്ധിച്ച് ഭയങ്കര പരിപാലനം നടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പൈൻ ട്രീസിൻ്റെ അവിടേക്ക് പോയിട്ടാണ്. പൈൻ ട്രീസിൻ്റെ അവിടേക്ക് പോയപ്പോൾ ഉണ്ടല്ലോ മക്കൾ വട്ടിയെടുത്ത് പൈൻ ട്രീസിൻ്റെ ഒരു കായ പൊട്ടിക്കണ്ടിട്ടാ. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറ്റി മക്കളെ, ഇത് എന്തൊട്ട് ചെയ്യണേന്ന് ചോദിച്ചവരോട്. അപ്പോൾ അവർ പറയാം അമ്മയ്ക്ക് അറിയില്ല, ഇത് മാഷൻ ബയർ കാർട്ടൂണിൽ അണ്ണാറക്കണ്ണനെ എറിയിക്കുന്ന പൈൻ ട്രീയുടെ കായാണ്, അതാണ് അമ്മയെന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, അവർക്കത് ഓർമ്മ ഉണ്ട് കേട്ടോ അതിങ്ങനെ അതാണെന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാർട്ടൂൺ കണ്ടാലും ഇങ്ങനത്തെ വല്ല കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ അവർക്ക് അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുതിര സവാരി, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കുതിര സവാരിയാണ് കേട്ടോ എൻ്റെ മോളെ വെച്ചിട്ട്. ഇത്തിരി പേടിയുണ്ടായിരുന്നു, അവളെങ്ങാനും എന്തെങ്കിലും ഉണ്ടാക്കുമോ അത്. എന്നാലും കുഴപ്പമൊന്നുമില്ലാണ്ട് ആ സവാരി അങ്ങനെ പൂർത്തീകരിച്ചു കേട്ടോ ഞങ്ങൾ. മക്കളും കുതിര സവാരി ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോയത്. അപ്പോൾ അവർക്ക് ഈ സവാരിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ഗോൾഫ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂ പോയിൻ്റ് പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വന്നു കേട്ടോ. തിരിച്ച് കൂടല്ലൂർ വഴിക്കാണ് ഞങ്ങൾ വരണുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ചു. നമ്മുടെ ഇവിടെ നല്ല പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ പുളിയും മധുരവും ഉണ്ടായിരുന്നു കേട്ടോ സ്ട്രോബെറിയിൽ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോൾ നിങ്ങളും വീട്ടിലേക്കൊക്കെ പോയിട്ട് അടിച്ച് പൊളിക്കൂ കേട്ടോ ആ സമയം കിട്ടുമ്പോൾ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറിയൊക്കെ കഴിച്ചു.
ബൈ സീ യു.